നിങ്ങൾക്ക് ഞങ്ങളുടെ ഓണപരിപാടി കാണണ്ടേ? ഓണം കഴിഞ്ഞിട്ടാണോ ഓണപരിപാടി എന്ന് ചോദിക്കരുത് കേട്ടാ. കാരണം നമ്മളിവിടെ അങ്ങനെ തന്നെയാണ് കേട്ടാ. എല്ലാവരുടെയും ലീവും സൗകര്യം ഒക്കെ നോക്കിയിട്ടാണ് നമ്മൾ ഡേറ്റ് ഫിക്സ് ആക്കുക. പൊതുവേ UAE അങ്ങനെ തന്നെയാണ് കേട്ടാ. എല്ലാവരുടെയും സൗകര്യങ്ങൾ നോക്കി ചെയ്യണോണ്ട് ആഘോഷങ്ങളൊക്കെ അങ്ങോട്ട് നീണ്ടു നിൽക്കും. ഏതൊരു ഫംഗ്ഷനും വില്ലയിൽ നടക്കുകയാണെങ്കിലും ആദ്യം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്, എല്ലാവരും കൂടെ വില്ല ക്ലീൻ ആക്കുക. ഇന്നിപ്പോ വലിയ വൃത്തികേടില്ലാത്തതുകൊണ്ട് ഞങ്ങൾ ആരും വിളിച്ചിട്ടില്ല കേട്ടോ. ഇതുപോലെ എല്ലാവരും കൂടെ ഇടക്കിടക്ക് ക്ലീൻ ആക്കണോണ്ട് വില്ല വൃത്തിയായി തന്നെയാണ് കിടക്കാറ്. ഞങ്ങളുടെ ഓണപരിപാടി അത്ര ആഡംബരമായിട്ടൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഞങ്ങളുടേതായിട്ടുള്ള രീതിയിൽ സിമ്പിൾ ആയിട്ട് ഒരു ടീം വർക്ക്, ഒരു ഫോട്ടോഷൂട്ട്, ഒരു സദ്യ, പറ്റിയാൽ ഓണക്കളികളും. സാധാരണ നമ്മൾ ചൂടും മക്കളെ എക്സാമും ഒക്കെ കഴിഞ്ഞിട്ടാണ് പ്രോഗ്രാംസ് ഒക്കെ നടത്താറ്. ദാ കണ്ട, ഒരു കല്യാണ നിശ്ചയത്തിനുള്ള ആൾക്കാരുണ്ട്. എല്ലാരും കൂടെ വട്ടം കൂടി ഇരുന്നിട്ട് ഡേറ്റ് നിശ്ചയിക്കുന്ന ചടങ്ങാണ് ഇതിട്ട. ആദ്യം തന്നെ ഏതൊക്കെ വിഭവങ്ങളാണ് വേണ്ടത് എന്ന് തീരുമാനിക്കും. എന്നിട്ട് അതിനൊരു ലിസ്റ്റ് ഉണ്ടാക്കും. സാമ്പാർ, അവിയല്, പുളിയിഞ്ചി, രസം, കൂട്ടുകറി, പപ്പടം, കൊണ്ടാട്ടം, പച്ചടി, കിച്ചടി, അങ്ങനെ നമ്മളെ കൊണ്ട് പറ്റുന്ന എല്ലാ വിഭവങ്ങളും നമ്മൾ ഉണ്ടാക്കട്ടെ. വിഭവങ്ങളെ ലിസ്റ്റ് റെഡിയായ പിന്നെ അത് ആരൊക്കെ ഉണ്ടാകുന്നതാണ് അടുത്ത തീരുമാനം. ഇവിടെ ഓരോരുത്തർക്കും അവരവരുടെ സിഗ്നേച്ചർ ഐറ്റംസ് ഉണ്ട്. അത് അവരെ കൊണ്ട് തന്നെ ചെയ്യിക്കും. കാരണം അത് അവരുണ്ടാക്കിയാൽ ടേസ്റ്റ് ആയിട്ട് വരുള്ളൂ. ഒരാൾ മിനിമം 2 വിഭവമെങ്കിലും ഉണ്ടാക്കിയിരിക്കണം. ചെറിയ കുട്ടികളുള്ളവർക്ക് പരിഗണന. അടുത്തത് സാധനങ്ങളുടെ ലിസ്റ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. നമ്മൾ പർച്ചേസിന് പോകുമ്പോൾ എല്ലാം വാരി വലിച്ചു വാങ്ങുന്നത് കറക്റ്റ് ആയിട്ട് തന്നെ വാങ്ങിക്കോളൂ. മുമ്പത്തെ ലിസ്റ്റ് ഉണ്ടായിരുന്നതുകൊണ്ട് ഇത്തവണ ആ ഒരു സ്റ്റെപ്പ് ഈസി ആയി കിട്ടി. ഇനി ആരൊക്കെ സാധനങ്ങൾ വാങ്ങാൻ പോകുമെന്ന് തീരുമാനിക്കണം. കഴിഞ്ഞ തവണ ഉണ്ടല്ലോ 2 പേര് പോയിട്ട് ഒറ്റയടിക്ക് എല്ലാം വാങ്ങി വന്നു. ഇത്തവണ ലിസ്റ്റൊക്കെ 3 ആക്കി ഡിവൈഡ് ചെയ്ത് വാങ്ങാൻ തീരുമാനിച്ചു. എല്ലാരും ബില്ല് കറക്റ്റ് ആയി കീപ്പ് ചെയ്താൽ മതിയല്ലോ. അപ്പൊ ബാക്കി വിശേഷം നെക്സ്റ്റ് വീഡിയോയിൽ.